ഒരു രാത്രിയെ പകലാക്കി മാറ്റുന്ന മാന്ത്രികത വൈദ്യുതി. ഇന്ന് കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പ്രകാശമെത്തുമ്പോൾ നമ്മളിൽ എത്ര പേർ ഓർക്കുന്നു ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ സംസ്ഥാനം താണ്ടിയ കഠിന വഴികൾ. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ആ സുദീർഘയാത്രയുടെ കഥയാണിത്. ഈ പ്രകാശധാരയുടെ പിറവിക്കായി പശ്ചിമഘട്ട മലനിരകളുടെ ഉള്ളറകളിൽ നിന്നും യാഥാർത്ഥ്യമാക്കിയ ഒരു വലിയ സ്വപ്നത്തിൻ്റെ കഥ. ഇത് പത്തനംതിട്ട ജില്ലയിലെ പശ്ചിമഘട്ട താഴ്വരകൾ. പമ്പ നദിയുടെ കൈവഴികളും അഗാധമായ മലയിടുക്കുകളും കക്കാടാറും സംഗമിക്കുന്നയിടം. പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തിന് പിന്നിൽ കേരളത്തിൻ്റെ വ്യവസായ, കാർഷിക, സാമ്പത്തിക മുന്നേറ്റങ്ങൾക്ക് ഊർജം പകർന്ന ഒരു വൻകിട പദ്ധതിയുടെ ഹൃദയമിടിപ്പുണ്ട്. കക്കാട് പവർ പ്രോജക്റ്റ്. കേരളത്തിൻ്റെ വൈദ്യുതി ചരിത്രം പള്ളിവാസലിൽ തുടങ്ങി ഇടുക്കിയിൽ വളർന്നു. എന്നാൽ ശബരിഗിരി പദ്ധതിയുടെ ജലശേഷി ഉപയോഗിച്ച് പമ്പ നദിയുടെ നീരൊഴുക്കിനെ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ തുടങ്ങിയ കക്കാട് പദ്ധതി ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കാലത്ത് നേരിട്ട വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമായി പ്രതീക്ഷയുടെ തീപ്പൊരി നൽകിയ പദ്ധതി. 1980കളിലും 90കളിലും കേരളം നേരിട്ട വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ എന്തുകൊണ്ട് കക്കാട് പദ്ധതിക്ക് കഴിഞ്ഞു? ശബരിഗിരി പദ്ധതിയുടെ ശേഷി ഇരട്ടിയാക്കുന്നതിൽ ഈ രണ്ടാം ഘട്ട പദ്ധതി വഹിച്ച പങ്കെന്തായിരുന്നു? എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വനമേഖലയിൽ ഒരു ബൃഹത്തായ പവർ ഹൗസും ടണലുകളും എഞ്ചിനീയർമാർ നിർമ്മിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമ്മൾ കക്കാട് പദ്ധതിയുടെ ചരിത്രത്തിലേക്കും അത് കേരളത്തിന് നൽകിയ വെളിച്ചത്തിലേക്കും ഈ വീഡിയോയിലൂടെ ഒരു അന്വേഷണം നടത്താൻ പോവുകയാണ്. നമുക്ക് തുടങ്ങാം. കക്കാട് പവർ പ്രോജക്റ്റ് കേരളത്തിൻ്റെ വൈദ്യുതി സ്വപ്നങ്ങൾക്ക് തുടക്കമിട്ട പദ്ധതി. 1940-ൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിലൂടെ ആരംഭിച്ചതാണ് കേരളത്തിൻ്റെ വൈദ്യുതി ചരിത്രം. പിന്നാലെ ചെങ്കുളം, പന്നിയാർ, പെരിങ്ങൽകുത്ത് തുടങ്ങിയ നിരവധി പദ്ധതികൾ വന്നു. എന്നാൽ 1960കളിൽ പമ്പ നദിയിൽ ആരംഭിച്ച ശബരിഗിരി പദ്ധതി കേരളത്തിലെ രണ്ടാമത്തെ വലിയ പദ്ധതിയായി മാറി. പമ്പ, കക്കി നദികളുടെ ജലം സംഭരിച്ച് ശബരിഗിരിയുടെ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പുറത്തേക്ക് വരുന്ന ജലമാണ് കക്കാട് പദ്ധതിക്ക് ആധാരമായത്. പാഴാക്കി കളയാതെ ഈ ജലശേഷിയെ വീണ്ടും ഉപയോഗിക്കുക എന്നതായിരുന്നു കക്കാടിൻ്റെ ദർശനം. ഇതിലൂടെ കേരളത്തിന് അധികമായി ലഭിച്ചത് 50 മെഗാവാട്ട് വൈദ്യുതിയും പ്രതിവർഷം 262 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദന ശേഷിയുമായിരുന്നു. ശബരിഗിരി പദ്ധതിയുടെ ടെയിൽ റൈസ് വാട്ടർ കക്കാട്ടാറിലേക്ക് ഒഴുക്കി വിടുകയായിരുന്നു പതിവ്. ആ ഒഴുക്കിന് നല്ല ശക്തി ഉണ്ടായിരുന്നു. ആ സാധ്യത ഉപയോഗപ്പെടുത്തി മൂഴിയാറിൽ ഒരു പുതിയ അണക്കെട്ട് കെട്ടി പമ്പയിലെ വെള്ളം വീണ്ടും വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നതായിരുന്നു കക്കാടിൻ്റെ അടിസ്ഥാന ആശയം. കുറഞ്ഞ ചെലവിൽ നിലവിലുള്ള ജലസ്രോതസ്സിനെ പരമാവധി ഉപയോഗിക്കുക. 1980കളിൽ ആരംഭിച്ച പദ്ധതിയുടെ വിശദാംശങ്ങൾ ഒരുപാട് കാലത്തെ പഠനങ്ങൾക്ക് ശേഷമാണ് തയ്യാറാക്കപ്പെട്ടത്. മൂഴിയാർ അണക്കെട്ടും പിന്നീട് വെള്ളത്തോട് നദിക്ക് കുറുകെ കക്കാട് അണക്കെട്ടും നിർമ്മിച്ചു. 1999ൽ കമ്മീഷൻ ചെയ്ത ഈ പദ്ധതി കേരളത്തിൻ്റെ വൈദ്യുതി ഭൂപടത്തിൽ ഒരു സുപ്രധാന ഏടായി മാറി. പദ്ധതിയുടെ പ്രധാന ജലസംഭരണി മൂഴിയാർ അണക്കെട്ടിലാണ്. ഇവിടെ സംഭരിക്കുന്ന ജലമാണ് പവർ ടണലിലൂടെ പവർ ഹൗസിലേക്ക് എത്തിക്കുന്നത്. കക്കാട് പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിലാണ്. ഇത് നിർമ്മാണത്തിൻ്റെ സാങ്കേതികമായ വെല്ലുവിളിയെയും എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. ഡാമിൻ്റെ റിസർവോയറിൽ നിന്ന് കടുപ്പമേറിയ പാറകളിലൂടെ തുരന്ന ഭൂഗർഭ ടണലുകളിലൂടെയാണ് വെള്ളം പവർ ഹൗസിലേക്ക് എത്തുന്നത്. ഈ ടണൽ പ്രകൃതിയെ കുറഞ്ഞ രീതിയിൽ മാത്രം ബാധിക്കുന്ന ഒരു നിർമ്മാണ രീതിയാണ്. ടർബൈനുകൾ കറങ്ങുന്ന ശക്തി ജലത്തിൻ്റെ അളവിനെയും മർദ്ദത്തെയും ആശ്രയിച്ചിരിക്കുന്നു. കക്കാട് പദ്ധതിയിൽ 25 മെഗാവാട്ടിൻ്റെ 2 ഫ്രാൻസിസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. ഉയരത്തിൽ സംഭരിച്ച ജലം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി വലിയ മർദ്ദത്തോടെ താഴേക്ക് കുതിക്കുമ്പോൾ ടർബൈൻ കറങ്ങുന്നു. ടർബൈനുമായി ബന്ധിപ്പിച്ച ജനറേറ്റർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കക്കാട് പദ്ധതി പ്രതിവർഷം 262 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പുറത്തേക്ക് വരുന്ന ജലം കക്കാട്ടാറിലേക്ക് ഒഴുകി പിന്നീട് ഉള്ളുങ്കൽ, കരിക്കയം തുടങ്ങിയ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് കൂടി ഉപയോഗിക്കുന്നു.
ഒടുവിൽ മണിയാർ റിസർവോയറിലെത്തി വീണ്ടും മണിയാർ പവർ സ്റ്റേഷനിലും ഉപയോഗിക്കപ്പെടുന്നു. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെയുള്ള ഈ സംയോജിത ജലവൈദ്യുത പദ്ധതിയുടെ ഉത്തമ മാതൃകയാണ് കക്കാട്. ആനയും പുലിയുമുള്ള ഒരു കാടായിരുന്നു ഒരു കാലത്ത് ഈ മേഖല. മഴക്കാലമായാൽ ദിവസങ്ങളോളം ജോലി മുടങ്ങും. പാറ തുരന്ന് ടണലുണ്ടാക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. തൊഴിലാളികളുടെ വിയർപ്പാണ് ഈ പദ്ധതിയുടെ ഓരോ തുള്ളി വെള്ളത്തിലുമുള്ളത്. അന്നത്തെ തൊഴിലാളികളുടെ കഷ്ടപ്പാടാണ് ഇന്നത്തെ കേരളത്തിൻ്റെ വെളിച്ചം. നിർമ്മാണ സമയത്ത് പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഉയർന്ന ആശങ്കകളും വെല്ലുവിളികളും ഏറെയായിരുന്നു. വനഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമായിരുന്നു. കക്കാട് പദ്ധതി കേവലം വൈദ്യുതി ഉൽപ്പാദനം മാത്രമായിരുന്നില്ല. പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ വലിയൊരു സാമൂഹിക സാമ്പത്തിക മാറ്റത്തിന് അത് വഴിയൊരുക്കി. ഗ്രാമങ്ങൾക്ക് വൈദ്യുതി ലഭിച്ചു, റോഡുകൾ വന്നു, സാധാരണക്കാർക്ക് ജോലി ലഭിച്ചു. കേരളത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വൈദ്യുതി ഒരു പ്രധാന പ്രശ്നമായിരുന്നു. വേനൽക്കാലമായാൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടുകളും സാധാരണമായിരുന്നു. കക്കാട് പോലുള്ള പദ്ധതികൾ സമയബന്ധിതമായി കമ്മീഷൻ ചെയ്തത് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ KSEBക്ക് വലിയ സഹായമായി. ശബരിഗിരി പദ്ധതിയുടെ ശേഷി ഇരട്ടിയാക്കുന്നതിൽ കക്കാട് വഹിച്ച പങ്ക് നിസ്സാരമല്ല. പ്രധാനപ്പെട്ട മറ്റു പദ്ധതികൾ വരാൻ കാലതാമസം നേരിട്ടപ്പോൾ കക്കാട് പ്രോജക്റ്റ് വൈദ്യുതി ഗ്രിഡിന് ഒരു താങ്ങായി. പരിസ്ഥിതി സൗഹൃദമായ ഒരു പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സാണ് ജലവൈദ്യുതി. ഡാം തുറന്നുവിടുന്ന ജലം നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കാതെ എങ്ങനെ ക്രമീകരിക്കാം എന്നതിനെക്കുറിച്ച് KSEB നിരന്തരം പഠനം നടത്തുന്നുണ്ട്. കക്കാട് പദ്ധതിയുടെ വിജയകരമായ പ്രവർത്തനം പിന്നീട് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് ഊർജം നൽകി. 25 വർഷം പിന്നിട്ടപ്പോൾ കക്കാട് പദ്ധതിയും കാലഹരണപ്പെട്ട യന്ത്രങ്ങളെ മാറ്റിസ്ഥാപിക്കേണ്ട വെല്ലുവിളി നേരിടുന്നു. കാലപ്പഴക്കം ചെന്ന പൈപ്പുകളും ടർബൈനുകളും നവീകരിക്കേണ്ടതുണ്ട്. യന്ത്രങ്ങൾ എത്ര പുരോഗമിച്ചാലും ജലവൈദ്യുത പദ്ധതികളുടെ അടിസ്ഥാനം പ്രകൃതിയാണ്. കാലാവസ്ഥാ മാറ്റങ്ങൾ, മഴയുടെ കുറവ്, ഡാമുകളിലെ മണ്ണൊലിപ്പ് തുടങ്ങിയവയെല്ലാം കക്കാടിൻ്റെ വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജലവിഭവ മാനേജ്മെൻറ്റ് എന്നതിലാണ് ഇന്ന് KSEBയുടെ പ്രധാന ശ്രദ്ധ. കേരളത്തിന് വെളിച്ചം പകരാൻ മലയിടുക്കുകളിലെ ഏകാന്തതയിൽ ജീവിതം ഹോമിക്കുന്ന ജീവനക്കാർ, അവരുടെ ഓരോ ദിവസവും നമ്മുടെ നാളെയുടെ വെളിച്ചമാണ്. കക്കാട് പദ്ധതി ജീവനക്കാർക്കൊരു ജോലിസ്ഥലം മാത്രമല്ല, ഒരു ജീവിതം കൂടിയാണ്. അവരുടെ സമർപ്പണത്തിൻ്റെ ഫലമാണ് ഇന്ന് കേരളത്തിൽ വൈദ്യുതി തടസ്സമില്ലാതെ എത്തുന്നത്. 1999 പ്രവർത്തനം തുടങ്ങിയ കക്കാട് പവർ പ്രോജക്റ്റ് ഇന്ന് കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യകതയുടെ ഒരു വലിയ ഭാഗം നിറവേറ്റുന്നു. കക്കാട് ഒരു ഉദാഹരണമാണ്. പാഴാക്കിക്കളയുന്ന ഒരു സാധ്യതയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനും നിലവിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാം എന്നതിനും ഇത് വൈദ്യുതി സ്വപ്നങ്ങൾക്ക് തുടക്കമിട്ട പദ്ധതിയല്ല, മറിച്ച് ആ സ്വപ്നങ്ങളെ കൂടുതൽ ശക്തവും സുസ്ഥിരവുമാക്കിയ പദ്ധതിയാണ്. പമ്പാ നദിയുടെ ജലം കക്കാടാറിൻ്റെ കൈകളിലൂടെ മലയിടുക്കുകളിലെ ടർബൈനുകളിലൂടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങൾക്ക് പ്രകാശം നൽകുന്നു. ഈ പ്രകാശത്തിന് പിന്നിൽ കേരളത്തിൻ്റെ ബുദ്ധിയും കഠിനാധ്വാനവും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമുണ്ട്. ഓരോ തവണ നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഈ മലയിടുക്കുകളിൽ നിന്ന് ഒഴുകിയെത്തിയ വെള്ളത്തിൻ്റെ ശക്തി, കക്കാടിൻ്റെ കഥ, ഈ പ്രകാശധാരയുടെ തുടർച്ച നമുക്ക് ഓർക്കാം.